ചില വാർത്തകൾക്ക് നല്ല ഭംഗിയുണ്ട്. ഈ സാമൂഹ്യ മാധ്യമത്തിൽ മുഴുവൻ ദുഷിപ്പും ആരോപണവും ആക്ഷേപവും അസൂയയും രാഷ്ട്രീയ തിമിരം കൊണ്ടുള്ള ഏറ്റുമുട്ടലും ജാതിയും മതവും പറഞ്ഞുള്ള തർക്കങ്ങളും തുടരുമ്പോൾ അതിനിടയിൽ ചില മനോഹരമായ വാർത്തകൾ അത് കാണുമ്പോൾ നിങ്ങളെയും കാണിക്കണം എന്നെനിക്ക് തോന്നിപ്പോകും. നല്ല ഉഷ്ണ സമയത്ത് ഒരു ചെറിയ കാറ്റ് വീശുന്നത് പോലെയുള്ള ഒരു സുഖമാണ് ചിലതൊക്കെ കാണുമ്പോൾ, ചില മനുഷ്യരെ അറിയുമ്പോൾ. അതൊരു സത്യസന്ധരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സത്യം പറഞ്ഞ് കഴിഞ്ഞു പോയി. അവരും കഴിഞ്ഞു, നമ്മളും കഴിഞ്ഞു. അതുണ്ടായത് മോഷണം പോകാതിരിക്കാൻ വേണ്ടി ആരും അറിയാതെ അമ്മ പെട്ടിയിൽ സൂക്ഷിച്ച 1.5 പവന്റെ സ്വർണ്ണാഭരണം മകൾ ആക്രിക്കാരന് നൽകി. 12 ദിവസത്തിന് ശേഷം ആ അമ്മ പെട്ടി തിരഞ്ഞപ്പോഴാണ് ഈ ആഭരണം അടങ്ങിയ പെട്ടി വീട്ടിലില്ല എന്നറിയുന്നത്. ഒടുവിൽ ആക്രി സാധനങ്ങൾ എടുത്ത മലപ്പുറം സ്വദേശി അനീസ് ആ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചേൽപ്പിച്ചു. ഇവിടെ കാർഡ്ബോർഡ് ബോക്സുകൾ നിറച്ചുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അത് ഞാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ശീലമുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുമില്ല. അപ്പം അത് കൊടുത്തപ്പോൾ പിന്നെയാണ് അമ്മ എന്നോട് ചോദിച്ചപ്പോഴാണ് എനിക്കതിനെ പറ്റിയിട്ട് അറിയുന്നത്. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയതാ സാധനം അവിടെ ഉണ്ടോന്ന്. ആ സമയത്താണ് കാണുന്നില്ല മനസ്സിലായത്. അപ്പോൾ രാത്രി 1:30 സമയം. അപ്പോൾ തന്നെ ഇവിടെ വിളിച്ചു. അപ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമമായി കേട്ടിട്ട്. അപ്പോൾ ഇവൾക്ക് അപ്പം ഒരു ഉറപ്പ് കിട്ടിയത് ഇവിടെ കൊടുത്തോന്ന്. അപ്പോൾ സത്യത്തിൽ അറിഞ്ഞിട്ടില്ല അത്ര കൊടുത്ത കാര്യം. അന്ന് തന്നെ ഞങ്ങൾ എഴുതി പെറ്റീഷൻ കൊടുത്തു നടക്കാവ് പോലീസിൽ. അപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര സഹകരണമൊക്കെ ഉണ്ടായി. ചിലത് കാർഡ്ബോർഡ് ബോക്സിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടുമ്പോൾ വണ്ടിയിൽ മൊത്തം ചെരിഞ്ഞ് കിടക്കുകയാണ്. കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മലബാർ ഗോൾഡിൻ്റെ ഒരു എംബ്ലമുള്ള ഒരു ഗിഫ്റ്റ് കിട്ടിയൊരു സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മാറ്റി വെച്ചു. ഇവിടെ വീട്ടിൽ കൊടുത്ത് മാറ്റി വെച്ചു. ഗോൾഡാണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഒരുപാട് വീടുകൾ കയറി ഇറങ്ങുന്നതാണ്. കിട്ടിയ സാധനം മൊത്തം അവരെ ഏൽപ്പിച്ചു. അവർ ഹാപ്പിയായി. അവർ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അവരെ കൂട്ടിയിട്ട് സ്റ്റേഷനിൽ അവരും കൂട്ടിയിട്ട് അപ്പം തന്നെ പോയി നമുക്ക് ഇപ്പം തന്നെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ വന്നിട്ട് അവരും കൊണ്ടുവന്നിട്ട് എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പം നമുക്കിപ്പോൾ ഒരു സന്തോഷം. പക്ഷെ നമുക്ക് ഒരാൾക്കും വേണ്ട, നമ്മളത് മതി, നമ്മൾ നയിക്കണ മതി. അതെ, ഒരു സത്യസന്ധരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സത്യം പറഞ്ഞ് കഴിഞ്ഞു പോയി. അവരും കഴിഞ്ഞു, നമ്മളും കഴിഞ്ഞു. അതുണ്ടായത് ചില പാവങ്ങളായ മനുഷ്യരുടെ സത്യസന്ധമായ നിലപാടുണ്ട്. അല്ലെങ്കിലും പലപ്പോഴും ഈ പാവപ്പെട്ട മനുഷ്യരിലും അതുപോലെ തന്നെ കുറേ മനുഷ്യരിലൊക്കെ ഇത്തരം സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കുറേ ആളുകളെങ്കിലും ഉണ്ട്. അതാവശ്യമില്ലാത്തതാണ്, എൻ്റേതല്ലാത്ത വസ്തു എനിക്ക് വേണ്ട, അല്ലെങ്കിൽ അത്തരം കച്ചവടം ചെയ്തുകൂടാ എന്നൊക്കെ പറയുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കിട്ടിയ സാധനം അതിൻ്റെ ആരെങ്കിലും തേടി വരട്ടെ എന്ന് കരുതി അത് സൂക്ഷിച്ചു വെക്കുകയും അതപ്പോൾ തന്നെ അതിൻ്റെ ആളുകൾ വന്ന് അറിയുമ്പോൾ തന്നെ അത് കൈമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഇതുപോലെയുള്ള സംഗതികൾ നമ്മൾ കേൾക്കാറുണ്ട്. കബളിപ്പിച്ചും ചതിച്ചും ഒക്കെ ഇറങ്ങി പല പേരുകളിൽ. ഞാനിപ്പോൾ ഇതൊക്കെ ഓർത്തപ്പോൾ നമ്മുടെ മുക്താദിർ ജുവലറിക്കാരനെയൊക്കെ ഓർത്തു. തൊപ്പിയും ദീക്ഷയും ഒക്കെ വെച്ച് പലതരം മതവും ജാതിയും ഒക്കെ പറഞ്ഞ് അതിന് ബ്രോക്കർമാരെ വെച്ച് ആളുകളെ തേച്ചും പറ്റിച്ചും കൊണ്ടുപോകുന്നവരുടെ കാലത്താണ് ഇതുപോലെ പാവപ്പെട്ടവരുടെ ഈ നിലപാടുകൾ കേൾക്കുന്നതും അറിയുന്നതും. അത് പറയണമെന്ന് വിചാരിച്ചു. അയാൾ അവസാനം പറയുന്നൊരു വാക്കുണ്ടല്ലോ, നമുക്ക് വേറെ ആരുടെയും മുതൽ ആവശ്യമില്ല, അത് വേണ്ട, എനിക്കത് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു നിലപാടുണ്ടല്ലോ. അങ്ങനെ അത് ആഗ്രഹിക്കാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ തന്നെ ഒരാൾ വളരെ സമ്പന്നനും സന്തോഷവാനുമായിരിക്കും എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. ഇന്ന് ഈ ഭൂമിയിലെ ഏറ്റവും മാരകമായ മനുഷ്യൻ്റെ സ്വസ്ഥത കളയുന്ന, മനുഷ്യനെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമയാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷുഗറും അരിയും ചോറും ഗോതമ്പും ആണെന്നൊക്കെ എല്ലാവരും പറയുന്നെങ്കിലും അതൊന്നുമല്ല. അത്യാർത്തി, കിട്ടിയിട്ട് മതിയാവാത്തത്, വേറൊരുത്തനുള്ളപ്പോൾ കാണുന്ന അസൂയ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ജീവിതശൈലി രോഗങ്ങൾ. അതിനാകട്ടെ പ്രത്യേകിച്ച് ഗുളികയും ഇഞ്ചക്ഷനും ഒന്നും ഇല്ലതാനും.